கார்த்திகை பொரி உதிருதிராயிட்டும் உருண்டையாയിട്ടും பண்ணலாம். எப்படி பண்ணலாம்னு பார்க்கலாம். ആദ്യം പൊരിയിലേന്ത് എന്താ നെല്ലുകൾ നിറയെ നെല്ല് കാണും. നെൽപ്പൊരിയിൽ നെല്ല് നന്നായി മാറ്റിയെടുത്തിട്ട് വെറും വാനിലയിൽ ചിന്നதாக ഒന്ന് വറുത്തെടുക്കലാം. കളറ് മാറപ്പെടാതെ തന്നെ അത് കൊഞ്ചം മൊരുമൊരാന്ന് കടയ്ക്കവും വേണം. ഇതുപോലെ നല്ല മൊരുമൊരാന്ന് കടച്ച് കഴിയുമ്പോൾ മാറ്റി വെച്ചിട്ട് 4 ഗ്ലാസ് പൊരിക്ക് 2.5 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് തണ്ണി വിട്ട് നന്നായി കരച്ച് അരിച്ചിതുപോലെ ബോയിൽ പണി എടുക്കലാം. വെള്ളപ്പാക് കറക്റ്റാಗಿ കടയ്ക്കണം നമുക്ക്. ഇപ്പം ആദ്യം കരഞ്ചു പോகிறது ഇതിപ്പം പിടിக்கிறതാനാലും അത് കറക്റ്റാக ബോളാ വറതില്ലേ. തക്കാളി പരുവത്തിൽ വേണം. ഇതുപോലെ കറക്റ്റാக തക്കാളി പരുവത്തിൽ കടയ്ക്കുമ്പോൾ ഉരുണ്ട പിടിக்கிறതാണ് இந்த പരുവത്തിൽ നമുക്ക് പോടலாம். ഉതിരുതിരാ കടയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കല്ല് പരുവം കടയ്ക്കണം. നമ്മൾ പാത്രത്തിൽ ഉരുട്ടി എടുത്തിട്ട് എറിഞ്ചാൻ ഇതുപോലെ കല്ല് മാതിരി ചത്തം കേൾക്കണം. അതിൽ ഏലക്കാപ്പൊടിയും നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും പോട്ട് നന്നായി കിളറി ഇപ്പം ഉതിരുതിരായിട്ടാക്കും ആദ്യം കാണിക്കറേ. കൈവിടാமல் കിളറിൻ്റെ ഇരിക്കണം. അത് കൊഞ്ച നിമിഷത്തിൽ തന്നെ നമുക്കത് ഉതിരുതിര കടയ്ക്കും. ഇതുപോലെ ഉതിരുതിര കടയ്ക്കറത്തേക്ക് കല്ല് പരുവത്തിൽ വേണം പോടുறதுக்கு. തക്കാളി പരുവം കഴിഞ്ഞ ഉടനെ പോട്ടാൻ നമുക്ക് ഉരുണ്ടയാ പിടിക്കല. അപ്പോൾ ഉരുണ്ടയാ പിടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചൂടോടെ പിടിക്കണം. കയ്യിൽ നെയ്യ് തടവിണ്ടിട്ട് ഉരുണ്ടയാ പിടിച്ചാൽ നമുക്ക് ഉരുണ്ടയാ ഉരുട്ടിയെടുക്കുകയും മുടിയും. ഇതിപ്പോൾ ഉതിരുതിരായിട്ടൊക്കെ എടുത്തിരിക്കെ ആത്തിൽ ഉതിരുതിര പണ്ണുക. ഇനി ഉരുണ്ടയാ പിടിക്കണം എന്നുള്ളവാൾക്ക് നമ്മളെന്താ പൊരിയെ പോട്ട് കിളറി നല്ല ചൂടിൽ തന്നെ ഉരുണ്ട പിടിച്ചെടുത്താനത്താൻ അത് ഉരുണ്ടയാ കിടക്കും. ഇതുപോലെ ചൂടോടെ കയ്യിൽ നെയ്യ് തടവി ഉരുണ്ടയാ പിടിക്കല. കാർത്തികை പൊരി ഇതുപോലെ പണിപ്പാരുങ്കോ ഉതിരുതിരാവും പണ്ണല ഉരുണ്ടയാവും പണ്ണല. എല്ലാവർക്കും കാർത്തികை വിഷസ്.